ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ ഉള്ള ഖത്തർ വേൾഡ് കപ്പ് നടന്ന സ്റ്റേഡിയങ്ങളിൽ ഒന്നായ അൽഖോർ സ്റ്റേഡിയത്തിൻ്റെ ഫ്രണ്ടിലാണ്. ഇന്നിവിടെ അൽ നാസർ അൽ ഖറാഫ് മത്സരം നടക്കുന്നുണ്ട്. ഹലോ ഗൈസ്, വെൽക്കം. നമ്മൾ അൽ നാസറിൻ്റെ മാച്ച് കാണാൻ വന്നതാണ്. അൽ നാസർ വേഴ്സസ് ഖറാഫ അൽബയാത്ത് സ്റ്റേഡിയത്തിലാണ്. അതായത് നമ്മൾ കുറേ നേരം ക്യൂ ഒക്കെ നിന്ന് ടിക്കറ്റൊക്കെ സ്കാൻ ചെയ്ത് സ്റ്റേഡിയത്തിൻ്റെ അകത്തോട്ട് കയറുകയാണ്. ലേറ്റാണെന്ന് വിചാരിച്ച് ഓടിക്കയറി ചെന്നപ്പോൾ തന്നെ നമ്മൾ കാണുന്ന ടീം പ്രാക്ടീസ് ചെയ്യുന്നതാണ്. അവസാനഘട്ട പ്രാക്ടീസിലാണ് ടീം. അങ്ങനെ പ്രാക്ടീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അൽ നാസർ പ്രാക്ടീസ് ജേഴ്സി ബ്ലൂ ജേഴ്സി ഇട്ട് കണ്ടാണ് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരു ടീമുകളും ഗ്രൗണ്ടിൽ ലൈനപ്പായിട്ടുണ്ട്. നമ്മൾ ഓപ്പോസിറ്റ് സൈഡിലാണ് അവർ ലൈനപ്പായത്. അതുകൊണ്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനില്ല. അങ്ങനെ കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് ഹാഫിൽ നമ്മുടെ സൈഡിലാണ് അൽ നാസറിൻ്റെ ടീം ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് സിയാസറിന് മുന്നേറ്റം ഫസ്റ്റ് ടൈമിൽ കാണാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം സിയാസറിന് ഓപ്പോസിറ്റ് സൈഡിലേക്കാൾ മുന്നേറുക. അതുകൊണ്ട് തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൂടുതൽ വെയിറ്റ് ചെയ്യുന്നത്. കാരണം സെക്കൻഡ് ഹാഫിൽ സിയാസറിന് നമ്മുടെ സൈഡിൽ വരും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റും. റഫറി വിസിൽ വിളിച്ചു. അൽ ഖറാഫിൻ്റെ ടച്ചോട് കൂടി കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. സൂപ്പർ താരം ടെലിസ്കിൻ്റെ പരിക്ക് കാരണം ടെലിസ്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് തന്നെ മാനയും ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് അൽ നാസറിൻ്റെ മുന്നേറ്റങ്ങളൊക്കെ നയിക്കുന്നത്. പരിക്കേറ്റ് പുറത്തായ ടെലിസ്കക്ക് പകരമായിട്ട് ബ്രസീൽ താരമായ ഗബ്രിയേലിനെ തന്നെ ഇറങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ ഗബ്രിയേലും മാനയും CR7 ഫ്രണ്ടിലുള്ളത്. CR7 ഒരു ഷോട്ട് അത് കർവ് ചെയ്ത് ഗോളി. ഗബ്രിയേലിനെ ബോക്സിൽ ഫോളോ ചെയ്തതിനുള്ള ഒരു പെനാൽറ്റി ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. വാർ കൊടുത്തിട്ടുണ്ട്. അങ്ങനത്തെ റെഫറി നോൺ പെനാൽറ്റി വിളിച്ചു. അതുകൊണ്ട് നമുക്ക് പെനാൽറ്റി കിട്ടിയില്ല. ആരായിരിക്കും ചെക്കനാരാ ആരായിരിക്കും? നിങ്ങൾ മെസ്സി ഫാനല്ലേ? നിങ്ങൾ പറയും ആരായിരിക്കും? നിങ്ങൾ പറയും റൊണാൾഡോ ഗോൾ അടിക്കോ? സജീർക്കും ജുനൈസും പറഞ്ഞത് ഗോൾ അടിക്കും. കളിയിൽ ഫസ്റ്റ് ഫ്രീ കിക്ക് കിട്ടിയിട്ടുണ്ട്. അൽ നാസറാണ് ഫ്രീ കിക്ക്. കുറച്ച് ലോങ്ങൊന്നും ആയ കാരണം ഒട്ടാവിയാണ് എടുക്കുന്നത്. റൊണാൾഡോ അവിടെ ഹെഡ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഖറാഫി മോശം ടീമൊന്നും അല്ല കേട്ടോ, നന്നായിട്ട് കളിക്കുന്നുണ്ട് ഖറാഫ. ഫസ്റ്റ് ഹാഫിലൊക്കെ നല്ല കളി തന്നെയാണ് ഖറാഫ കാഴ്ച വെക്കുന്നത്. അൽ നാസറിൻ്റെ കൈ നല്ലതായിട്ട് മുന്നേറുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഫ്രീ കിക്കിൻ്റെ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് നമ്മളതായി ഒന്ന് മൂത്രേക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ തന്നെ ആദ്യം ഉണ്ടായിരുന്ന സീറ്റൊക്കെ വേറെ ആൾക്കാർ കയറി നിൽക്കുന്നു. നമ്മൾ ഫ്രണ്ട് നമുക്ക് സീറ്റ് പിടിച്ചുകൊണ്ട് നമ്മുടെ സീറ്റ് പോയില്ല. കാരണം ടിക്കറ്റ് നമ്പർ ഇല്ല, സീറ്റ് നമ്പർ ഇല്ല ടിക്കറ്റിന്. കാരണം നമ്മൾ നേരിട്ട് ചെന്ന് കഴിഞ്ഞാൽ ആർക്കും വേണമെങ്കിൽ ഏത് സീറ്റിൽ ഇരിക്കാനും, പക്ഷേ ബ്ലോക്ക് നമ്പറും കാര്യങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതേ അൽ നാസറിൻ്റെ ടച്ചോട് കൂടി സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ട് ചെയ്യാണ്. ഇപ്പോൾ CR7 നമ്മുടെ സൈഡിലേക്കാണ് വരുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓപ്പോസിറ്റ് സൈഡിൽ ഇറങ്ങിയ കാരണം ഖറാഫിൻ്റെ പോസ്റ്റ് ഇപ്പുറത്താണ് ഇരുന്നത് നമ്മുടെ സൈഡിൽ. അതുകൊണ്ട് CR7 മുന്നോട്ടൊക്കെ നമുക്ക് നേരിട്ട് കാണാൻ പറ്റും നമ്മൾ അടുത്തായിട്ട്. അല്ലെങ്കിൽ ചവിട്ടിക്കൂത്ത് പണ്ടത്തെ പ്രായമൊന്നല്ലേ നമ്മുടെ അതിൻ്റെ ഇടയിൽ കൂടെ കോറണ്ടേ. അങ്ങനെ ഫസ്റ്റ് ഗോളിലേക്കുള്ള വഴി വരുന്നത് ഗബ്രിയേലിൽ നിന്ന് ഒട്ടാവിയിൽ നിന്ന് അടിപൊളിയായ ചിപ്പ് ബോൾ ഹെഡ് ചെയ്ത് സൂപ്പർ ക്ലാസ് ഹെഡ് ക്രിസ്ത്യാനോ ഗോൾ. അങ്ങനെ നമ്മൾ ഓപ്പോസിറ്റ് ഓടിയിട്ടാണ് അന്ന് സെലിബ്രേഷൻ കളിച്ചത്. സ്ക്രീനിലെ സ്കോർ ബോർഡ് കഴിഞ്ഞ CR7 ഗോൾ. എപ്പിക് സെലിബ്രേഷൻ നമ്മളെ അടുത്തൊന്നും ചെയ്യാത്തതിലൊരു ചെറിയ സങ്കടമുണ്ട്. അപ്പോൾ ഞാൻ നമ്മുടെ അടുത്തിരിക്കുന്ന ജുനൈസിനോട് പറഞ്ഞു ഇത് അടുത്ത ഗോൾ അടിച്ച് നമ്മുടെ സൈഡിൽ വന്നിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുള്ളത്. അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. ഇനി അണ്ണൻ്റെ ഒരു ചെറിയ മൂവ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് വന്നിട്ട് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാനുണ്ട്. അടുത്ത അവിടെ നിന്ന് ഒട്ടാവിയാൻ്റെ ഒരു ക്രോസ്, പക്ഷേ അത് കുറച്ച് വൈഡായിട്ട് പോയി. അങ്ങനെ അതായത് നമ്മുടെ ഫ്ലാഗിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്താല്ലേ പവർ! ഇതൊരു മൊമെൻ്റാണ്. ഏതൊരു CR7 ഫാനും ഏതൊരു ഫുട്ബോൾ ഫാനും ആഗ്രഹിക്കുന്ന ഒരു അടിപൊളി മൊമെൻ്റാണ് ഈ CR7 നമ്മളടുത്ത്. രണ്ടാമത്തെ ഗോള് ഗബ്രിയേലിൻ്റെ അടി സൂപ്പറായ ഗോളിനെയും കട്ട് ചെയ്ത് പോസ്റ്റിലേക്ക് നൈസായിട്ട് തള്ളിയിട്ടു. അതാ മൂലൊക്കെ പോയിട്ടൊരു സ്യൂ.
ആഞ്ചലോ ഗബ്രിയേൽ. അടുത്തത് CR7 ഒരു ഓഫ് ടാർഗറ്റ് ഷൂട്ടാണ്. പോസ്റ്റിൻ്റെ തൊട്ട് ചാരിയിട്ടാണ് പോയി മുകളിൽ കൂടെ ഒരു റോക്കറ്റ്. അത് കഴിഞ്ഞ് തൊട്ടടുത്ത് തന്നെ CR7 നമ്മുടെ സെൻറ്ററിൽ ഫൗൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് യെല്ലോ കാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓപ്പോസിറ്റ് താരത്തിന്. അങ്ങനെ നമ്മൾ കാത്തിരുന്ന സെക്കൻഡ് ഗോൾ വന്നിട്ടുണ്ട്. ദേ കണ്ടോളൂ, ആഞ്ചലോ ഗബ്രിയേലിൻ്റെ ഒരു അതിമനോഹരമായ മുന്നേറ്റം. CR7 ക്രോസ് കൊടുക്കുന്നു. CR7 ബാക്കിനെ കട്ട് ചെയ്തിട്ട് ഒരു കർവ് ഷോട്ട് അടിപൊളിയായിട്ട്. അതേ CR7 നമ്മളെ അടുത്തേക്ക് ഓടി വരുന്ന സെലിബ്രേഷൻ ഉണ്ട്. നമ്മളെ മുന്നിൽ വന്നിട്ട് എപ്പിക് സെലിബ്രേഷൻസ്. മോനെ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത് ഒരു CR7 ഫാനിന്? സെക്കൻഡ് ഗോളും വന്നു കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് പണി കഴിഞ്ഞിട്ട് CR7 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ആ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത സമയത്ത് തന്നെ ഏകദേശം ഗാലറിയൊക്കെ കാലിയായി.